ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ ഉപ്പുമാവൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റവ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിനുവേണ്ടി ആദ്യം ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. എന്നിട്ടിത് ഇതുപോലുള്ള ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ചില്ലി ഫ്ലേക്സ് നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം പൊടിക്കാതെയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി വന്ന ഉപ്പുമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഉപ്പുമാവാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. നമ്മുടെ കയ്യിൽ എത്ര ഉപ്പുമാവാണ് ബാക്കി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. ആദ്യം 1/2 കപ്പ് ചേർക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കിയതിന് ശേഷം ബാക്കിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലൊന്ന് കുഴച്ചെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നോക്കിയിട്ട് ഇതുപോലെ കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലുള്ള ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. പത്തിരി പരത്തുന്ന പ്രസ്സിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ പരത്തിയെടുക്കുന്നത്. നമുക്കല്ലാതെ തന്നെ റോളർ ഉപയോഗിച്ചിട്ടും പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പ്രസ്സിലാണ് പരത്തുന്നത്. അതിനുവേണ്ടി ആദ്യം പ്രസ്സിൽ ഇതുപോലെ കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു കനത്തിൽ ഇത് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായിട്ട് നമ്മൾ പരത്തണ്ട. ഈ ഒരു കനത്തിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഇതുപോലുള്ളൊരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് വറുത്തെടുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ പൂരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പൂരിയാണ്. നമുക്ക് ഉപ്പുമാവിന് പകരം റവ വെച്ചിട്ട് ഇതുപോലെ പൂരി ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പുമാവൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്